ജനന പൂർവഘട്ടം അഥവാ പ്രീ നാറ്റൽ പീരീഡ് എന്താണ് സംഭവം? ജനന പൂർവഘട്ടം അഥവാ പ്രീ നാറ്റൽ പീരീഡ്. ഈ പൂർവം എന്ന് പറയുമ്പോൾ മുമ്പ് എന്നുള്ള അർത്ഥമുണ്ട്. പ്രീ മുമ്പേ ഉള്ളത്, പോസ്റ്റ് ശേഷം. അപ്പോ ഈ ഘട്ടത്തെ പ്രാഗ് ജന്മം എന്നും പറയുന്നുണ്ട്. മനുഷ്യന്റെ ജനന പൂർവഘട്ടത്തെ പ്രാഗ് ജന്മം എന്നുകൂടി പറയുന്നുണ്ട്. ഗർഭധാരണം മുതൽ ജനന നിമിഷം വരെയുള്ള സമയമാണിത്. നോക്കൂ, ജനന പൂർവഘട്ടം, ജനനത്തിന് മുമ്പുള്ള ഘട്ടം. നമ്മൾ ഭൂമിയിലേക്ക് ജനിക്കുന്നതിന് മുമ്പുള്ള നമ്മുടെ ഘട്ടം ഏതാണ്? ജനന പൂർവഘട്ടം അഥവാ പ്രാഗ് ജന്മം. നമ്മളെ ഗർഭം ധരിക്കുന്നത് മുതൽ നമ്മൾ ജനിക്കുന്ന നിമിഷം വരെയുള്ള സമയമാണിത്. അപ്പൊ പുറത്തേക്ക് വന്നിട്ടില്ല. ഗർഭം ധരിച്ചത് മുതൽ നമ്മൾ ജനിക്കുന്നത് വരെയുള്ള സമയമാണ് നമ്മുടെ ജനനത്തിന് മുമ്പുള്ള ഘട്ടം, ജനന പൂർവഘട്ടം. ഇതിൽ ഗർഭധാരണം മുതൽ 2 ആഴ്ച വരെയുള്ള കാലം ബീജാങ്കുരണ ഘട്ടം അഥവാ ജീവസ്ഫുരണ ഘട്ടം എന്ന് അറിയപ്പെടുന്നു. ജെർമിനൽ സ്റ്റേജ് എന്ന് പറയും. ആ വാക്കിനൊക്കെ നമുക്ക് കിട്ടും. ഗർഭം ധാരണം നടന്ന് 2 ആഴ്ച ബീജാങ്കുരണ ഘട്ടം, അതുപോലെ തന്നെ ജീവസ്ഫുരണം, ജീവൻ സ്ഫുരിക്കുന്നേ ഉള്ളൂ, ജീവസ്ഫുരണ ഘട്ടം, ജെർമിനൽ സ്റ്റേജ് എന്നറിയപ്പെടുന്നുണ്ട്. ജനിക്കുന്നത് വരെയുള്ള, ഗർഭധാരണം മുതൽ ഭൂമിയിലേക്ക് ജനിക്കുന്നത് വരെയുള്ള ഘട്ടം മൊത്തം ചേർത്താണ് നമ്മൾ പറയുന്നത് ജനന പൂർവഘട്ടം അഥവാ പ്രാഗ് ജന്മം, പ്രീ നാറ്റൽ പീരീഡ്. ഇതിൽ ഗർഭധാരണം മുതൽ 2 ആഴ്ച വരെയുള്ള കാലം ബീജാങ്കുരണ ഘട്ടം അഥവാ ജീവസ്ഫുരണ ഘട്ടം, ജെർമിനൽ സ്റ്റേജ് എന്നറിയപ്പെടുന്നു. 2ാമത്തെ ആഴ്ചയുടെ അവസാനം മുതൽ 10 ആഴ്ച വരെ ഭ്രൂണഘട്ടം, എംബ്രിയോണിക് സ്റ്റേജ് എന്നാണ് അറിയപ്പെടുക. ജനിക്കുന്നതിന് മുമ്പാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോ ഗർഭധാരണം നടന്ന് 2ാമത്തെ ആഴ്ചയുടെ അവസാനം മുതൽ 10 ആഴ്ച വരെയുള്ള കാലമാണ് ഭ്രൂണഘട്ടം, എംബ്രിയോണിക് സ്റ്റേജ്. 10 ആഴ്ച മുതൽ ജനനം വരെയുള്ള കാലം ഗർഭഘട്ടം അഥവാ ഫീറ്റൽ സ്റ്റേജ് എന്നറിയപ്പെടുന്നു. ഓരോ സ്റ്റേജസും മനസ്സിലായല്ലോ. ശരിക്കും ഗർഭധാരണം നടന്നത് മുതൽ ഭൂമിയിലേക്ക് കുട്ടി ജനിക്കുന്നത് വരെയുള്ള സമയമാണ് ജനന പൂർവഘട്ടം, പ്രീ നാറ്റൽ സ്റ്റേജ്, അതുമല്ലെങ്കിൽ പ്രാഗ് ജന്മം എന്ന് പറയുന്നത്. മുഴുവൻ ഇതിൽ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഗർഭധാരണം മുതൽ 2 ആഴ്ച വരെ ബീജാങ്കുരണ ഘട്ടം അഥവാ ജീവസ്ഫുരണ ഘട്ടം, ജെർമിനൽ സ്റ്റേജ്. 2ാമത്തെ ആഴ്ചയുടെ അവസാനം മുതൽ 10 ആഴ്ച വരെ ഭ്രൂണഘട്ടം, എംബ്രിയോണിക് സ്റ്റേജ്. 10 ആഴ്ച മുതൽ ജനനം വരെയുള്ള കാലഘട്ടം ഗർഭഘട്ടം അഥവാ ഫീറ്റൽ സ്റ്റേജ്. അപ്പൊ ഈ പറഞ്ഞ ഘട്ടങ്ങളെല്ലാം ചേർന്നാണ് ജനനപൂർവ്വ ഘട്ടം എന്ന് പറയുന്നത്. ഗർഭപാത്രത്തിൽ ശിശുവിന്റെ വളർച്ചയിൽ ഘടനാപരവും ധർമ്മപരവുമായ വികസനം ദൃശ്യമാകുന്ന ഘട്ടമാണ് ജനനപൂർവ്വഘട്ടം. എന്താണ് ജനനപൂർവ്വഘട്ടത്തിന്റെ പ്രത്യേകത? ഗർഭപാത്രത്തിൽ ശിശുവിന്റെ വളർച്ചയിൽ ഘടനാപരവും ധർമ്മപരവുമായ വികസനം ദൃശ്യമാകുന്ന ഘട്ടമാണിത്. ഈ ഘട്ടത്തിലാണല്ലോ ഗർഭപാത്രത്തിൽ വെച്ച് ശിശുവിന് വളർച്ച വരുന്നത്. ഗർഭസ്ഥ ശിശുവിന്റെ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങള്, പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിയുടെ ഉള്ളിൽ വളരുന്ന കുട്ടിയുടെ വികസനത്തെ എന്തൊക്കെ ഘടകങ്ങളാണ് സ്വാധീനിക്കുന്നത്? അമ്മയുടെ ആരോഗ്യം. ഓഫ് കോഴ്സ്, അമ്മയ്ക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നല്ല ആരോഗ്യമുള്ള കുട്ടി ജനിക്കൂ. അമ്മ കഴിക്കുന്ന ആഹാരം, കൃത്യസമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കണം. വൈകാരിക അനുഭവങ്ങൾ, നമ്മളോട് പറയില്ലേ ഈ ഗർഭിണിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ കണ്ണീർ സീരിയലുകളൊന്നും കാണരുത്, ടെൻഷൻ ഉണ്ടാക്കുന്ന സിനിമകളൊന്നും കാണരുത്, അങ്ങനെയുള്ള സംസാരമൊന്നും പാടില്ല എന്ന് പറയില്ലേ? കാര്യം അമ്മയുടെ വൈകാരിക അനുഭവങ്ങൾ ഉള്ളിലിരിക്കുന്ന കുട്ടിയെയും ബാധിക്കും. അതുപോലെ ആഗ്രഹങ്ങൾ. അപ്പൊ ഗർഭസ്ഥ ശിശുവിന്റെ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അമ്മയുടെ ആരോഗ്യം, ആഹാരം, വൈകാരിക അനുഭവങ്ങൾ, ആഗ്രഹങ്ങൾ ഒക്കെ. അപ്പൊ നമ്മൾ ശാരീരിക വികസനം പറയുകയാണ്, നമ്മുടെ വികാസ തലങ്ങൾ, വികാസ ഘട്ടങ്ങൾ പറയാണ്. ജനനപൂർവ്വഘട്ടം ജനിക്കുന്നതിന് മുമ്പാണ്, അതായത് ഗർഭധാരണം മുതൽ ജനനം വരെയുള്ള സമയം. ഈ ഘട്ടത്തെ പ്രാഗ്ജന്മം അഥവാ പ്രീ നാറ്റൽ സ്റ്റേജ് എന്നും പറയാറുണ്ട്. ഇതിൽ ഗർഭധാരണം മുതൽ 2 ആഴ്ച വരെയുള്ള കാലം ബീജാങ്കുരണ ഘട്ടം, ജീവസ്ഫുരണ ഘട്ടം, ജെർമിനൽ സ്റ്റേജ് എന്നും 2ാമത്തെ ആഴ്ചയുടെ അവസാനം മുതൽ 10 ആഴ്ച വരെ ഭ്രൂണഘട്ടം, എംബ്രിയോണിക് സ്റ്റേജ് എന്നും അറിയപ്പെടുന്നു. 10ാമത്തെ ആഴ്ച മുതൽ ജനനം വരെയുള്ള കാലം ഗർഭഘട്ടം അഥവാ ഫീറ്റൽ സ്റ്റേജും എന്നും അറിയപ്പെടുന്നു. ഗർഭപാത്രത്തിൽ ശിശുവിന്റെ വളർച്ചയിൽ ഘടനാപരവും ധർമ്മപരവുമായ വികസനം ദൃശ്യമാകുന്ന ഘട്ടമാണ് ജനനപൂർവ്വഘട്ടം. ഗർഭസ്ഥ ശിശുവിന്റെ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അമ്മയുടെ ആരോഗ്യം, ആഹാരം, വൈകാരിക അനുഭവങ്ങൾ, ആഗ്രഹങ്ങൾ തുടങ്ങിയവ. ഇനി നമുക്ക്